ഇല്ലാത്ത കാലഘട്ടത്തിൽ മനോരമയുടെയും മാതൃഭൂമിയുടെയും ഉൾപ്പെടെയുള്ള അന്ന് നിലവിൽ എല്ലാ പത്രങ്ങളും അവരുമായിട്ടൊക്കെ വ്യക്തിപരമായ അടുപ്പവും ബന്ധവും. കാരണം വളരെ കുറച്ച് പത്രക്കാരേ ഉള്ളൂ, വളരെ കുറച്ച് പത്രങ്ങളേ ഉള്ളൂ. ആ കാലഘട്ടം മുതൽ നല്ല ബന്ധം പുലർത്തുവാനും മലപ്പുറത്ത് മാധ്യമങ്ങളുടെ ഒരു വലിയ സഹായം എന്റെ പൊതുപ്രവർത്തന രംഗത്ത് ലഭിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് കാലം ഏറെ മാറി. പ്രിന്റ് മീഡിയ എന്നുള്ളത് അതോടൊപ്പം തന്നെ വിഷ്വൽ മീഡിയയിൽ വന്നു, സോഷ്യൽ മീഡിയ വന്നു. മാറിയ ഈ കാലഘട്ടത്തിലും മലപ്പുറത്തെ മാധ്യമപ്രവർത്തകരുമായി ഇത്തരത്തിൽ ഇന്നത്തെ വർത്തമാനകാല സാഹചര്യങ്ങൾ പങ്കുവയ്ക്കാൻ അവസരം ലഭിച്ചതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. ജനങ്ങളുടെ ഒരു ആഘോഷമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ്. ഏറ്റവും ഗൌരവകരമായി ആ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നു, സ്ഥാനാർത്ഥികളെ കാണുന്നു, പാർട്ടികളെ കാണുന്നു, മുന്നണികളെ കാണുന്നു. അതിനനുസരിച്ച് വിലയിരുത്തുന്നു. നമ്മുടെ നാടിന്റെ വികസന പ്രക്രിയയിൽ ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കുവാൻ കഴിയുന്ന സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ പഞ്ചായത്തും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ നാട്ടിലെ ജനങ്ങളുടെ വികസന കാര്യങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, വ്യക്തിഗതമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, അങ്ങനെ പലതും ഇന്ന് പഞ്ചായത്തുകളിൽ നിന്നാണ് ലഭ്യമാകുന്നത് എന്നുള്ളതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇന്ന് എനിക്ക് തോന്നുന്നു നിയമസഭയ്ക്കും പാർലമെന്റിനൊക്കെ അതിന്റേതായ വലിയ പ്രാധാന്യമുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് ഏറ്റവും ശക്തമായി നടക്കുന്നത്. ഈ തീപാറുന്ന പോരാട്ടം എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ ആലങ്കാരികമായിട്ട്. യഥാർത്ഥത്തിൽ നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ്. അപ്പൊ അതിന്റെ ഒരു കീഴിലോട്ട് തുടങ്ങിക്കഴിഞ്ഞു. നോമിനേഷൻ കൊടുത്തു, സ്ക്രൂട്ടിനി കഴിഞ്ഞു. ഇന്ന് വിഡ്രോവലിന്റെ ദിവസമാണ്. ഇന്ന് കൂടി കഴിയുന്നതോടുകൂടി എല്ലാ പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥികളുടെയും മുന്നണികളുടെയും ഒക്കെ യഥാർത്ഥ ചിത്രം തെളിയും. ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഒരു കാര്യം എനിക്ക് വ്യക്തമായി പറയാൻ കഴിയും. UDF-നെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിൽ ഇത്രയും ശാന്തമായ രീതിയിൽ പരസ്പരം ചർച്ച ചെയ്ത് UDF-ലെ ഘടകകക്ഷികൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് UDF സംവിധാനം മലപ്പുറം ജില്ലയിൽ കെട്ടുറപ്പോടുകൂടി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം മുൻകാലത്തൊന്നുമില്ലാത്ത രീതിയിൽ ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൽ ആ രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ മുന്നണികൾ തമ്മിലുള്ള ചർച്ചകൾ, അതോടൊപ്പം എക്കാലത്തും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയമൊക്കെ വളരെ വൈകിയാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ കേരളത്തിലെ വിവിധ കോർപ്പറേഷനുകളിൽ, ജില്ലാ പഞ്ചായത്തുകൾ ഒക്കെ തന്നെ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി കോൺഗ്രസും UDF-ഉം ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ഈ തെരഞ്ഞെടുപ്പിൽ 2010-ലാണ് UDF-ന് ഒരു വലിയ മുന്നേറ്റം കേരളത്തിലുണ്ടായത്. കഴിഞ്ഞ ഒരു 30 വർഷക്കാലത്തെ നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല ഘട്ടങ്ങളിലും LDF-നാണ് പല സാഹചര്യങ്ങൾ കൊണ്ടും വലിയ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ 2010-ലെ തെരഞ്ഞെടുപ്പിൽ UDF-ന് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഞങ്ങൾ ഇത്തവണ പറയുന്നു, കേരളത്തിൽ 2010-ൽ UDF-ന് ലഭിച്ച മുന്നേറ്റത്തെക്കാൾ വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF-ന് ഉണ്ടാകും. മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം UDF-ന്റെ മുന്നേറ്റം എന്ന് പറയുന്നത് തൂത്തുവാരിക്കൊണ്ടുള്ള ഒരു വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നാണ് എനിക്ക് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. മലപ്പുറത്ത് പലയിടങ്ങളിൽ പ്രത്യേകിച്ച് മുസ്ലിം ലീഗുമായി വലിയ തർക്കങ്ങൾ നടക്കുന്നത് പൊന്മുണ്ടം പോലുള്ള പഞ്ചായത്ത്. ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ഒരു 30 വർഷത്തിനിടയിൽ, ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് MLA എന്നുള്ള നിലയ്ക്ക് ജില്ലയിലെ കോൺഗ്രസിന്റെയും UDF-ന്റെയും ചർച്ചകളിൽ ഭാഗമായിട്ടുള്ള ഒരാളാണ്. അതിനു മുമ്പ് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് ഭാരവാഹി എന്നുള്ള നിലയ്ക്ക് ഞാൻ പങ്കെടുത്തത്. 30 വർഷമായിട്ട് ഞാൻ സജീവമായി ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാണുകയും അതിൽ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇതുപോലെ UDF ഒറ്റക്കെട്ടായി നിന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. നിങ്ങൾ പറഞ്ഞ പൊന്മുണ്ടം പഞ്ചായത്ത് 25 വർഷമായിട്ട് UDF സംവിധാനമില്ലാത്ത പഞ്ചായത്താണ്. നിലവിൽ കഴിഞ്ഞ തവണ UDF ഉണ്ടായിട്ട് ഇത്തവണ UDF ഇല്ലാതെ പോകുന്നതല്ല. 25 വർഷമായിട്ട് UDF സംവിധാനമില്ലാത്തൊരു പഞ്ചായത്ത് പൊന്മുണ്ടം. അപ്പോ ഇപ്പോ എനിക്ക് തോന്നുന്നു 1-2 പഞ്ചായത്തുകളാണ് ഇപ്പോൾ തർക്കം ബാക്കിയുള്ളത്.
അതുകൂടി ഇന്ന് പരിഹരിക്കാനുള്ള ശ്രമമാണ് 3 മണിക്ക് മുമ്പായിട്ട് നടത്തുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ UDFന്റെ ചരിത്രത്തിലെ മലപ്പുറം ജില്ലയുടെ ചരിത്രത്തിൽ UDF ഇതുപോലെ കെട്ടുറപ്പോടെ ഐക്യത്തോടെ പോയ ഒരു മുൻകാല തെരഞ്ഞെടുപ്പ് കാണാൻ കഴിയില്ല. അത്രമാത്രം ശക്തമാണ് UDFന്റെ ഐക്യം. പ്രധാനമായി അവർ മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നത് KPCC DCC നേതൃത്വത്തിനെതിരെയാണ്. അവരുടെ അറിവോടെയാണ് അവിടെ മത്സരിക്കുന്നത് ലീഗിനെതിരെ. അവിടെ പ്രത്യേകിച്ച് ലീഗിനെതിരെ വർഗീയമായി അവിടെ പ്രചാരണം നടത്തുന്നു എന്നുള്ള രീതിയിലാണ് അവിടെ ലീഗ് നേതൃത്വം KPCCക്കെതിരെ പ്രത്യേകിച്ച് തങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കെതിരെയാണ് അവർ വിമർശിക്കുന്നത്. സ്വാഭാവികമായി പ്രാദേശിക തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത്തരത്തിലുള്ള ചില ആക്ഷേപങ്ങളൊക്കെ വരുന്നത് സ്വാഭാവികമാണ്. പക്ഷെ പൊന്മുണ്ടത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത് പിൻവലിക്കാനുള്ള സമയം കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് പരിശോധിച്ച് സംഘടനാ നയങ്ങൾക്ക് എതിരായിട്ടുള്ള സമീപനം അവിടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ശക്തമായ നടപടി ഉണ്ടാകും എന്ന് അവിടുത്തെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് DCC മീറ്റിംഗ് വിളിച്ചു ചേർത്ത് തന്നെ ഞാൻ തന്നെ അവരോട് സൂചിപ്പിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ ചില കാര്യങ്ങളുണ്ട്, ചില നടപടിക്രമങ്ങളുണ്ട്. പക്ഷെ അതിന് വിരുദ്ധമായി അത് ഏത് പഞ്ചായത്തിൽ പോയാലും, പൊന്മുണ്ട മാത്രമല്ല ഏത് പഞ്ചായത്തിൽ പോയി കഴിഞ്ഞാലും KPCC ശക്തമായ നടപടി അക്കാര്യത്തിൽ എടുക്കും. ലീഗിന്റെ വലിയൊരു പരാതി തെക്കൻ ജില്ലകളിലൊരു പ്രാതിനിധ്യം ഇല്ലാമെന്നാണ്. കുറ്റിപ്പുറം പാലത്തിന് കഴിഞ്ഞാൽ ലീഗ് കോൺഗ്രസ് ഒരു മതേതര കക്ഷിയെ കാണുന്നില്ല എന്നുള്ള, അല്ലെങ്കിൽ സാമുദായിക സംഘടന മാറുന്നു, ലീഗിന് സീറ്റ് കൊടുക്കുമ്പോൾ എന്നുള്ള ഒരു പരാതി തെക്കൻ ജില്ലകളിൽ കോൺഗ്രസ്സുകാർ ഉയർത്തുന്നതാണ് അവരുടെ പ്രധാന പരാതി. ഇന്നിപ്പോ എന്റെ പീക്ക് കെട്ടാണ്. അപ്പോൾ അവരുടെ പരാതി പരിഹരിക്കപ്പെടും. അല്ല, അങ്ങനെ പ്രകടമായിട്ട് ഏതെങ്കിലും രീതിയിൽ ശ്രദ്ധപ്പെട്ടവർക്ക് KPCന് ആ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഘടകകക്ഷികൾക്ക് അർഹമായി ലഭിക്കേണ്ട പരിഗണന അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന സീറ്റുകളാണെങ്കിൽ അത് ഘടകകക്ഷികൾക്ക് നൽകുവാനും, ഘടകകക്ഷികൾ കഴിഞ്ഞ സമയങ്ങളിൽ മത്സരിച്ചിരുന്ന സീറ്റുകൾ പിടിച്ചെടുക്കാനോ അവിടെ സ്ഥാനാർത്ഥികൾ നിർത്താനോ പോകരുത് എന്നുള്ള കർശനമായ താക്കീത് KPCC പ്രസിഡന്റ് തന്നെ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ UDFനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഘടകകക്ഷികളെയും ഒരുമിച്ച് ക്യാരി ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ള സമീപനമാണ് എടുത്തിട്ടുള്ളത്. 5 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ സ്ഥാനാർത്ഥി കൊടുക്കില്ല എന്നാണ് പ്രധാന പരാതി. അതത് ജില്ലാ പഞ്ചായത്തിലേക്ക് സ്വാഭാവികമായിട്ടും ജില്ലാ ഘടകമായിരിക്കുമല്ലോ സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കുക. ഞാൻ പറഞ്ഞല്ലോ, UDFനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തെക്കായാലും വടക്കായാലും എല്ലായിടത്തും UDF ഒറ്റക്കെട്ടായിട്ടാണ് പോകുന്നത്. ഒറ്റപ്പെട്ട ഏതെങ്കിലും പരാതികൾ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. അത്തരം പരാതികൾ ഉണ്ടെങ്കിൽ പോലും നിലവിലുള്ള സ്റ്റാറ്റസ് കോ നിലനിർത്തിക്കൊണ്ടു പോകണം എന്നാണ് KPCC നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കോൺഗ്രസിന്റെ 2 വിഭാഗത്തിലുള്ള നേതാക്കളാണ് മത്സരിക്കുന്നത്. മണിക്കൂറിലുണ്ട്. അതുപോലെ തന്നെ കൂട്ടാളികൾ പള്ളിക്കലിൽ 9 പേരാണ് ഒരു വാർഡിൽ UDFന്റേതല്ല, 7 പേര് കോൺഗ്രസുകാരാണ്. അപ്പോൾ പരിഹരിക്കാൻ ഈ മണിക്കൂർ മാത്രമാണ്. 3 മണി കഴിഞ്ഞാൽ കോൺഗ്രസിന് UDFന് ഒരു സ്ഥാനാർത്ഥി മാത്രമേ ഉണ്ടാവൂ. ആ സ്ഥാനാർത്ഥി ചിഹ്നത്തിൽ മത്സരിക്കും. ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ പേരും പറഞ്ഞിട്ടാണ് CPM കോൺഗ്രസിനെ UDFനെ ആക്രമിക്കുന്നത്, വർഗീയ കക്ഷികളുമായിട്ട് കൂട്ടുകൂടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു നീക്കുപോക്കാണെങ്കിലും വെൽഫെയർ പാർട്ടിയായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിലും കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരു പേടിയുണ്ട്, വർഗീയ കക്ഷിയായിട്ട് കൂടിയെന്നുള്ളൊരു പേടിയുണ്ട്. വെൽഫെയർ പാർട്ടിയുമായിട്ട് ഉള്ള ധാരണയെക്കുറിച്ചോ സഖ്യത്തെക്കുറിച്ചൊക്കെ പറയാൻ എന്തെങ്കിലും അർഹത CPMനുണ്ടോ? വെൽഫെയർ പാർട്ടിയെ എക്കാലത്തും കേരളത്തിൽ രഹസ്യമായിട്ടല്ല പരസ്യമായി തന്നെ സഹായിച്ചിട്ടുള്ളത് CPM ആണ്. അപ്പൊ അവരുന്നയിക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ബേസ്ലെസ്, അടിസ്ഥാനരഹിതമാണ്. അതിനകത്ത് യാതൊരു കാര്യമില്ലാത്തതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വെൽഫെയർ പാർട്ടിയുമായിട്ട് സഖ്യമില്ല. പിന്നെ ഞങ്ങൾ പാർട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ എല്ലാ വോട്ടുകളും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്വീകരിക്കും. പല നേതാക്കൾക്ക് പല അഭിപ്രായമാണ്. സഖ്യമുണ്ടോ? UDF ഘടകകക്ഷികളുമായിട്ടാണല്ലോ ഞങ്ങൾ സഖ്യം ഉണ്ടാവുക. വെൽഫെയർ പാർട്ടി UDFന്റെ ഘടകകക്ഷിയല്ല. അതുകൊണ്ട് അവരുമായിട്ട് അങ്ങനെ ഒരു സഖ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ പറയുന്ന CPMനെ സംബന്ധിച്ചിടത്തോളം വെൽഫെയർ പാർട്ടിയെ കേരളത്തിലുടനീളം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരസ്യമായി ധാരണ ഉണ്ടാക്കിയ അവരാണ് CPM. അവര് അന്ന് കാണാത്ത തൊട്ടുകൂടുമയാണ് ഇപ്പൊ പറയുന്നത്. ഞാനതിനെ ന്യായീകരിക്കുകയല്ല. പക്ഷെ CPM അത് മലപ്പുറം ജില്ലയിൽ എത്ര സ്ഥലത്ത് CPM വെൽഫെയർ പാർട്ടിയുമായി ചേർന്ന് മത്സരിച്ചിട്ടുണ്ട്. ഇപ്പോൾ മാത്രം എന്താ CPMന് വെൽഫെയർ പാർട്ടിയെക്കുറിച്ച് ഏതെങ്കിലും രീതിയിൽ UDFുമായി എവിടെയും സംസാരിച്ചു, കണ്ടു
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ UDF-മായി കാണാനേ പാടില്ല. വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാവാനേ പാടില്ലാത്ത പാർട്ടിയാണ് എന്നൊക്കെ ഒരു സമീപനം എന്താ ഇപ്പൊ സ്വീകരിക്കുന്നത്. അതില് വ്യത്യാസമാണ്. വെൽഫെയർ പാർട്ടി എല്ലാ കാലത്തും സ്വതന്ത്രരായിട്ടൊക്കെയാണ് മത്സരിക്കുന്നത്. ഇപ്പൊ അവർ പ്രകടമായിട്ട് വെൽഫെയർ സ്ഥാനാർത്ഥികളായിട്ട് ഒരു UDF-ന്റെ കൺവെൻഷനുകൾ പങ്കെടുക്കുന്നു. അവരുടെ പ്രഖ്യാപനം വെൽഫെയർ പാർട്ടി മുമ്പും വെൽഫെയർ പാർട്ടി വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞ് തന്നെ മത്സരിച്ചിട്ടുണ്ട് CPM-നോടൊപ്പം. അന്നില്ലാത്ത ഒരു രാഷ്ട്രീയ മാറ്റം ഇപ്പോഴുണ്ടോന്ന് എനിക്കറിയില്ല. CPM-നോടൊപ്പം ചേരുമ്പോൾ വെൽഫെയർ പാർട്ടി കുഴപ്പമില്ലാത്ത പാർട്ടിയാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ വെൽഫെയർ പാർട്ടിയുമായിട്ട് സഖ്യമില്ല. പക്ഷെ ഞങ്ങൾ ആര് വോട്ട് ചെയ്താലും ഞങ്ങളത് സ്വീകരിക്കും. ഈ സഖ്യം കൊണ്ട് നഷ്ടം കോൺഗ്രസിനാണ് ഉണ്ടാകുന്നൊരു ചർച്ചയില്ല. കാരണം ലീഗിന് അത് നഷ്ടമില്ല. സഖ്യം ഉണ്ടെങ്കിലേ നമ്മൾ ചർച്ചയുണ്ടത്. UDF-ലെ ഘടകകക്ഷികളുമായിട്ടാണ് ഞങ്ങൾക്കിപ്പോൾ സഖ്യമുള്ളത്. UDF-ലെ ഘടകകക്ഷികൾക്കാണ് സീറ്റ് നൽകുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് ശേഷം അതിന് നഷ്ടത്തെക്കുറിച്ച് ആലോചിക്കാനല്ലോ. അല്ല, അതൊക്കെ തെരഞ്ഞെടുപ്പുകളുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പെന്ന് നമുക്ക് അത് 100% പൊളിറ്റിക്കലാണ് അല്ലല്ലോ. കേരളത്തിലാണ് ഇത്രയെങ്കിലും ഒരു 90% വേണമെങ്കിൽ പൊളിറ്റിക്കലാണ് എന്ന് പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എല്ലായിടത്തും പൊളിറ്റിക്കലായിട്ട് വരാറില്ല. ചില സാഹചര്യങ്ങൾ പഞ്ചായത്തിലുണ്ടാവും. അവിടെ ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കും. പ്രാദേശികമായ പ്രശ്നങ്ങളുണ്ടാവും, കുടുംബപരമായ പ്രശ്നങ്ങളുണ്ടാവും. അതിന്റെ പേരിൽ സ്ഥാനാർത്ഥികൾക്കെതിരെ ഒരുമിച്ച് നിൽക്കും. അപ്പൊ എല്ലാം 100% പൊളിറ്റിക്കലാണെന്ന് ധരിക്കരുത്. അതുകൊണ്ട് ആ പഞ്ചായത്തിന്റെയും വാർഡിന്റെയും സാഹചര്യത്തിനനുസരിച്ച് ചിലപ്പോൾ ജനകീയ സ്വതന്ത്രന്മാർ നിൽക്കും, ചിലപ്പോൾ അത് കോൺഗ്രസിനെതിരെ നിൽക്കും, ചിലപ്പോൾ CPM-നെതിരെ നിൽക്കും. അത് യഥാർത്ഥത്തിൽ CPM, കോൺഗ്രസ് അല്ലെങ്കിൽ LDF, UDF എന്നുള്ള രീതിയിൽ നിയമസഭയിലും പാർലമെന്റിലും മത്സരിക്കുന്ന പോലെ ഒരു മത്സരം 100% ആ രീതിയിലല്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രാദേശികമായിട്ടുണ്ടാവും. അതിനാ രീതിയിൽ കണ്ടാൽ മതി. നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ നിങ്ങൾക്കത് പറയാം. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിലും 100% പൊളിറ്റിക്കലാണ് നമുക്ക് നിയമസഭയിലേക്ക് മത്സരം. സ്ഥാനാർത്ഥികൾ നിർത്തുന്ന LDF-ഉം UDF-ഉം അതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും. അപ്പൊ അതിനകത്ത് നമുക്ക് അത് കാണുന്ന പോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാണുന്നത് ഓരോ പ്രദേശത്ത് ഓരോ വാർഡിൽ അതിന്റെ സ്വഭാവത്തിനനുസരിച്ച് മാറ്റം വരും. നമുക്ക് എല്ലാവർക്കും അറിയില്ല, നിങ്ങൾക്കൊക്കെ അറിയുന്നതല്ലേ. അതുപോലെ തന്നെ PV അൻവറുമായിട്ടും ഈ പറഞ്ഞ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള കുറെ നിർദ്ദേശങ്ങളാണോ അതോ അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഐക്യമോ സഹകരണമോ ഉണ്ടാവും? അല്ല, PV അൻവർ ഇതിനകം തന്നെ UDF-ന് അദ്ദേഹം ഞങ്ങൾ നേരത്തെ വെൽഫെയർ പാർട്ടിയുമായി പറഞ്ഞല്ലോ, അതുപോലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ പറഞ്ഞു തോന്നുന്നു. PV അൻവർ UDF-ന് പിന്തുണ, ഞങ്ങൾ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ വോട്ടുകൾ സ്വീകരിക്കും. ആര് വോട്ട് തന്നാലും വേണ്ട എന്ന് പറയില്ല. അല്ല, അൻവറിന് മുന്നണിയിൽ എടുക്കുന്ന കാര്യം യഥാസമയം പാർട്ടിയുടെ മുന്നണിയുടെ നേതാക്കൾ തീരുമാനിക്കും. ആ തീരുമാനം എന്തായാലും അത് പാർട്ടിയും പാർട്ടി പ്രവർത്തകരും പാർട്ടി നേതാക്കളും മുന്നണിയിലെ കക്ഷികളും അത് സ്വീകരിക്കും. അത് എടുക്കണമെന്നാണെങ്കിൽ അത് സ്വീകരിക്കും, എടുക്കണ്ട എന്നാണെങ്കിൽ അത് സ്വീകരിക്കും. അല്ല, ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായം അത്തരം സംഘടനാപരമായ കാര്യങ്ങളിൽ അത് പാർട്ടി നേതൃത്വത്തോട് പങ്കുവയ്ക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഞാൻ അത്തരം കാര്യങ്ങളിൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായം പാർട്ടി പ്രസിഡന്റിനോടും പ്രതിപക്ഷ നേതാവിനും ഉൾപ്പെടെയുള്ള നേതാക്കളോട് പങ്കുവച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ വ്യക്തിപരമായ തീരുമാനം മാത്രമല്ല, ഇത് കൂട്ടായിരുന്ന് ആലോചിക്കുന്ന തീരുമാനമാണ്. ഏത് കാര്യത്തിൽ ഞങ്ങളെല്ലാ കാര്യങ്ങളാണ്. അപ്പൊ അത്തരം തീരുമാനങ്ങൾ പാർട്ടി നേതൃത്വം എടുത്തു കഴിഞ്ഞാൽ ഒരു പാർട്ടി പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് അത് ഏതായാലും, അത് നോ ആണെങ്കിൽ എസ് ആണെങ്കിലും അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു പാർട്ടി പ്രവർത്തന ഉത്തരവാദിത്വം. അത് ഞാൻ ആ രീതിയിൽ നിർവഹിക്കും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് എതിർപ്പിന്റെയും വിയോജിപ്പിന്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, യോജിപ്പിന്റെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ പാർട്ടി മുന്നണി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ രീതിയിൽ തന്നെ ആയിരിക്കും അത് മുന്നോട്ട് പോവുക. അവിടെ എതിർപ്പില്ല. അത് ആ തീരുമാനം എടുക്കുന്നവരെ നമ്മൾ അഭിപ്രായങ്ങൾ പറയാം. പക്ഷെ മുന്നണിയിലുള്ളവർക്ക് തന്നെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകുമ്പോൾ മുസ്ലിം ലീഗ് എടുക്കുന്നതിന് അല്ലെങ്കിൽ സൗമ്യമായ സമീപനം സ്വീകരിക്കുന്നുണ്ട്, മറ്റ് ഘടകകക്ഷികൾ പലരും എടുക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. കോൺഗ്രസ് മാത്രമാണ് ഇതുവരെയും ഇതിലേക്ക് ഒരു തീരുമാനം എടുക്കാതെ ഇരിക്കുന്നത്. അതിൽ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പിനെ തൊട്ട് മുമ്പ് തീരുമാനം ഉണ്ടാവുമെന്ന് കരുതി അൻവർ പ്രതീക്ഷിച്ചിരുന്നു. അൻവർ ഹാസൻ മത്സരിക്കേണ്ടി വന്നു. അപ്പോഴും വഞ്ചിച്ചു എന്നുള്ള രീതിയിൽ തന്നെ അൻവർ പിന്നെ വന്നു.
തുടർന്ന് ആ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയും സമയമായിട്ട് പോലും UDF കൂടി ഒരു തീരുമാനത്തിലെത്താൻ കഴിയാത്തത് അൻവർ വേണ്ട എന്നുള്ള കോൺഗ്രസിന്റെ തീരുമാനം കൊണ്ട് തന്നെയല്ലേ? അങ്ങനെ പറഞ്ഞില്ല. അതിനൊക്കെ ഓരോ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അന്ന് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയുള്ള സാഹചര്യം അത് പരിശോധിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് മലപ്പുറം ജില്ലയിലെ രാഷ്ട്രീയം ഒരു പ്രധാനം തന്നെയാണ്. പക്ഷെ ജില്ലയുടെ രാഷ്ട്രീയം മാത്രമായിരിക്കില്ല ഇതിന്റെ മാനദണ്ഡം. അതുകൊണ്ട് നേതൃത്വം കൂടി ആലോചിച്ച് ഒരു തീരുമാനം എടുക്കും. നേരത്തെ എതിർത്തുകൊണ്ടിരുന്നെങ്കിൽ എങ്ങനെ നേരത്തെ VD സതീശൻ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു, വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇപ്പൊ AK അനിൽകുമാരും ആര്യടൻ ഷൗക്കത്തുമാണ് അത്തരത്തിലൊരു നിലപാടിലെത്തുന്നത് അവരുടെ ക്യാമ്പുകളിൽ തന്നെ. അവരുടെ ക്യാമ്പല്ലാതെ ഞങ്ങളുടെ ക്യാമ്പെന്ന് ആരെങ്കിലും പറഞ്ഞു? KPCC പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ? അങ്ങനെ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. അഭിപ്രായം ഞങ്ങൾ ലീഡർഷിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അത് പരസ്യമായിട്ട് ആരോ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ മുമ്പ് പറഞ്ഞില്ല, ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, തീരുമാനം ലീഡർഷിപ്പ് എടുക്കും. അത് യഥാസമയം എടുക്കും. ചിലപ്പോൾ നാളെ ആവാം, അല്ലെങ്കിൽ അല്പം കഴിഞ്ഞിട്ടാവാം. അതിനകത്ത് പ്രതിസന്ധി അൻവറിനെ എടുക്കുക എന്നുള്ളതാണോ തൃണമൂൽ കോൺഗ്രസിനെ UDFന്റെ ഭാഗമാക്കുക എന്നുള്ളതാണോ കോൺഗ്രസ് അല്ല, അത് പല ഘടകങ്ങളുണ്ടല്ലോ. നമ്മൾ ഓരോന്നായിട്ട് അത്രമാത്രം അത് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള കാര്യമായിട്ട് അത് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് പാർട്ടി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പാർട്ടിക്ക് ഒപ്പം നിൽക്കുന്നവരാണ് ഞങ്ങളൊക്കെ. പാർട്ടിയുടെ തീരുമാനങ്ങൾക്ക് വിധേയരായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഏത് തീരുമാനവും ഞങ്ങൾ അംഗീകരിച്ചു പോകും. അതുകൊണ്ട് ആ തീരുമാനം അധികം വൈകാതെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നത്. എടുക്കണോ എടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് പാർട്ടി ലീഡർഷിപ്പാണ്. അധികം വൈകാതെ തീരുമാനം വരും. ആ തീരുമാനം എന്തായാലും മലപ്പുറം ജില്ലയിലെ പ്രവർത്തകർ മാത്രം ആ തീരുമാനം വിട്ടിട്ടില്ല. അത് എടുക്കണമെന്നാണ് ഞങ്ങൾ അംഗീകരിക്കും. എടുക്കേണ്ടതെന്നാണെങ്കിൽ അത് അംഗീകരിക്കും. അത്രേ ഉള്ളൂ. ഈ നിലമ്പൂർ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഭരിച്ചിരുന്ന പഞ്ചായത്താണെങ്കിൽ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ കോൺഗ്രസ് സ്വാധീനമുള്ള ഒരു ഏരിയയാണ്. അപ്പൊ അവിടെ ഒരു ചെയർമാനെ കോൺഗ്രസിന് കിട്ടണമെന്നുണ്ടെങ്കിൽ അൻവറിന്റെ സഹായം വേണമെന്നുള്ളത് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരാരും ശ്രദ്ധയപ്പെടുത്തിയില്ല. അങ്ങനെ സ്വാഭാവികമായിട്ടും മലപ്പുറം ജില്ലയിലെ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അത്തരത്തിലുള്ളവർക്ക് ആവശ്യം എന്റെ അടുത്ത് മലപ്പുറം നിലമ്പൂരിലുള്ള ആരും നിലമ്പൂർ അവിടുത്തെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം വന്നിട്ടില്ല. ഇങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പിന്തുണ ഉണ്ടെങ്കിൽ നമുക്ക് നഗരസഭ ജയിക്കാൻ കഴിയും. അതുകൊണ്ട് അതിനനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടാവണമെന്ന് ലീഡർഷിപ്പിന്റെ അറിയിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ അറിയിക്കാൻ. പക്ഷെ അത്തരത്തിലുള്ള ഒരു കാര്യം വന്നിട്ടില്ല. ഈ അടുത്തിടന്നൊരു ഉപതെരഞ്ഞെടുപ്പിൽ 20,000 വോട്ടിനടുത്ത് മേടിച്ചൊറ്റയ്ക്ക് മേടിച്ച വ്യക്തിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവില്ല. അദ്ദേഹത്തോട് കൂടെ നിർത്തി കഴിഞ്ഞാൽ അല്ല, അവിടെ നിലമ്പൂരിൽ ലീഡർഷിപ്പ് അത്ര ഒരു ആവശ്യം ജില്ലയിലെ ലീഡർഷിപ്പിന് മുന്നിൽ വെച്ചിട്ടില്ല. ഇതുവരെ വെച്ചിട്ടില്ല. ജയിക്കാൻ പറ്റുന്ന അല്ല, ഞാൻ അങ്ങനെയല്ല. എല്ലാവരുടെയും ഞാൻ ആരെങ്കിലും അതിനകത്ത് നിങ്ങൾ നാളെ കൊടുക്കുന്ന അതായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. ഏത് അപ്പോ എല്ലാവരും കൂടെ കൂടുന്നതാണ്. പക്ഷെ എല്ലാ വോട്ടുകളും പ്രധാനമാണ്. അപ്പൊ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾക്ക് വേണം. ഈ ഇലക്ഷൻ ഈ ഗവൺമെന്റിന്റെ തെറ്റായ കാര്യങ്ങൾക്കത് ഒരു കാലത്തും ഇല്ലാത്ത രീതിയിലുള്ള ശബരിമല പോലെയുള്ള സ്ഥലത്ത് പോലും അവിടെ ഒരു പവിത്രത കാത്തുസൂക്ഷിക്കാനോ അവിടെ ഭക്തന്മാർ നൽകുന്ന പണം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം, സമ്പത്ത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അത് ദേവസ്വം ബോർഡിനാണ്. ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ ഭാഗമാണ്. അവരെ കാവൽക്കാരാണ്. ഭക്തന്മാരുടെ പണത്തിന്റെ കാവൽക്കാരാണ് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ്. ആ ദേവസ്വം ബോർഡ് തന്നെ ഇത് കൊള്ളയടിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ്. ഇത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റ ആശങ്ക ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. ഇത് പ്രതിപക്ഷം കൊണ്ടുവരാത്ത ഒരു അഴിമതി ആയതുകൊണ്ട് ഇപ്പോ അത് പറഞ്ഞ് ഗവൺമെന്റ് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ഹൈക്കോടതി നേരിട്ടാണ് ഈ കാര്യങ്ങൾ പ്രതിപക്ഷത്തിന്റെ മുന്നിൽ പോലും എത്തിച്ചത്, ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചത്. അപ്പോ ഇത് പത്മകുമാറിൽ വരെ എത്തി നിൽക്കാൻ. പത്മകുമാർ എന്ന് പറഞ്ഞ ആരാ? 5 വർഷം MLA ആയിരുന്ന CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. അപ്പൊ അതിനകത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം കേരളത്തിലെ ജനങ്ങൾക്കിടയിലുണ്ട്. അതും ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാവും. ഈ ശബരിമല പോലത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഈ വിഷയങ്ങളൊക്കെ വേണ്ട വിധത്തിൽ എത്തിക്കാൻ, ഈ സ്വർണ്ണക്കൊള്ള പോലത്തെ വിഷയങ്ങൾ പോലും എത്തിക്കാൻ അത്ര വിജയിച്ചില്ല എന്നൊരു പൊതുവികാരമുണ്ട്. എന്താണ് കോൺഗ്രസിന്റെ ഉള്ളിൽ സംസ്ഥാന തലത്തിൽ ഒരു ഏകോപനക്കുറവ് എന്തുകൊണ്ടാണ്? അതിന്റെ ഒരു ഏകോപനക്കുറവില്ല. കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്തമാണ്. കാരണം നിരന്തരം പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ മുന്നിൽ. ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രതിഷേധമായിട്ടും സമരമായിട്ടും ചെയ്യണം. അതോടൊപ്പം ദേശീയ തലത്തിൽ SIR പോലെയുള്ള കാര്യങ്ങൾ
ഒരു ഭാഗത്ത് വരുന്നു. കോൺഗ്രസ് ദേശീയ തലത്തിൽ SIR വ്യക്തമായ നിലപാടെടുത്ത രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പൊ SIR-മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് അതേസമയം കേരളത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടത്തണം. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ കേരളത്തിലെ 4 മേഖലകളായി തിരിച്ച് വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ നടത്തി അതിന്റെ സമാപനം പന്തളത്ത് വെച്ച് നടത്തുകയുണ്ടായി. അതിന് മുമ്പും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രതിഷേധ ജ്വാല എന്നുള്ള രീതിയിൽ പഞ്ചായത്തിൽ പ്രോഗ്രാം സംഘടിപ്പിച്ചു. വാർഡ് തലങ്ങൾ കഴിഞ്ഞ ഈ വൃശ്ചിക മാസം 1-ന് വാർഡ് തലങ്ങളിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. കുറേയേറെ പരിപാടി സംഘടിപ്പിക്കും. പാരലായിട്ട് ഞങ്ങൾ SIR-ന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി APC മീറ്റിംഗ് വിളിച്ച് KPC ജനറൽ സെക്രട്ടറിമാർക്ക് നിയോജകമണ്ഡലങ്ങളുടെ ചാർജ് കൊടുത്ത് SIR-ന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി പോകും. തെരഞ്ഞെടുപ്പ് ഒരു ഭാഗത്ത് നിൽക്കുന്നു. പാർട്ടി ഒരു കാലത്തുമില്ലാത്ത രീതിയിൽ സമരങ്ങളും സംഘടനയെ ശക്തിപ്പെടുത്തേണ്ടതും അതോടൊപ്പം ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയാണ്. അപ്പൊ ഇതിലൊക്കെ പാർട്ടി ഏറ്റവും മുൻപന്തിയിലുണ്ട്. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി മിഷൻ 2025-ന്റെ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കത് തോന്നുന്നതാണ്. ഞങ്ങൾ വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട്. ജില്ലയിലെ കോൺഗ്രസ് നേതാവ് KP അനിൽകുമാറായി മാറി എന്നുള്ള ഒരു ആക്ഷേപം എല്ലാ ഗ്രൂപ്പുകളും ഏകപക്ഷീയം പറയുന്നു. ഇപ്പൊ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ നിർണയിച്ചപ്പോൾ ആദ്യം KP അനിൽകുമാർ ലിസ്റ്റ് ഉണ്ടാക്കി പുറത്തുവിട്ടു. പിന്നീട് ശക്തമായ പ്രതിഷേധത്തോടുകൂടിയാണ് അവസാന നിമിഷയിൽ വെട്ടിത്തിരുത്തുന്നത് വന്നതെന്ന് AI ഗ്രൂപ്പുകൾ ഇതുപോലെ പരാതിപ്പെടുന്നുണ്ട്. എന്താണ് ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോഴല്ലാതെ ഞാനത് കേട്ടിട്ടില്ല. ഒരു ഗ്രൂപ്പുകാരൻ എന്റെ അടുത്ത് ആ ഒരു പരാതി പറഞ്ഞത്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇപ്പം ഇല്ല ഞങ്ങളുടെ പാർട്ടിയിൽ സ്വാഭാവികമായിട്ട് എല്ലാ പാർട്ടികളുള്ളതുപോലെ ഇപ്പൊ CPM-നകത്ത് വ്യത്യസ്ത അഭിപ്രായമില്ല. പത്മകുമാറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് തന്നെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെന്നാണ് പറയുന്നത്. അറസ്റ്റ് ചെയ്തു ശരിയോ തെറ്റോ എന്നുള്ളത്. അപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. പഴയ പോലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനപ്പുറത്ത് പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഒരുമിച്ച് പോവുകയാണ്. മലപ്പുറം ജില്ലയിൽ മുൻകാലത്തില്ലാത്ത രീതിയിൽ എല്ലാ രീതിയിലും പാർട്ടിയിലെ ഐക്യം ശക്തിപ്പെട്ടു പോകുന്ന അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഒരു പരാതി ഒരാളും എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആ പറഞ്ഞ പരാതിയായിട്ട് കേൾക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥി നിർണയങ്ങൾ സ്വാഭാവികമാണ്. കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടിക്ക് മലപ്പുറം ജില്ലയിൽ ഒരുപാട് പരിമിതിയുണ്ട്. കാരണം ഞങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിൽ 10 സീറ്റാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഓരോ സീറ്റിലും കഴിവും പ്രാഗൽഭ്യമുള്ള ഒരുപാട് നേതാക്കളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സീറ്റ് പരിഗണിക്കുമ്പോൾ അതിനകത്ത് 10 പേര് വരുമ്പോൾ ഒരാളെ സെലക്ട് ചെയ്യാനുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടാവും. അതിന് സമയമെടുക്കും. ആ സമയം എടുത്തിട്ടുള്ളൂ. കൃത്യമായിട്ട് തന്നെ ഞങ്ങൾ 10 പേരും പ്രഖ്യാപിച്ചു. നല്ല സ്ഥാനാർത്ഥികളാണ് എന്നാണ് പൊതുവെ പറയുന്നത്. വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കും എല്ലാ പരിചയസമ്പന്നരായ ആൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു നല്ല ലിസ്റ്റാണ് എന്നാണ് എല്ലാവരും പറഞ്ഞത്. നിങ്ങൾക്ക് തോന്നി എനിക്കറിയില്ല. പക്ഷെ പൊതുവായിട്ടുള്ള അഭിപ്രായം എങ്ങനെയാണ്? ഇവിടെ നമ്മൾ മംഗലത്ത് മത്സരിക്കുന്ന 21 വയസ്സ് കഴിഞ്ഞ് PGക്ക് പഠിക്കുന്ന കുട്ടിയാണ്. KSUവിന്റെ MES കോളേജിലെ യൂണിറ്റ് UEC ആയിരുന്നു. അതുപോലെ ഇപ്പൊ മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ്. അതിലേറെ ഒരു പരിഗണന വേറെ വേണം. കോൺഗ്രസ് ജില്ലയിൽ ഒരുപാട് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹി ഒരാള് പാണ്ടിക്കാട് മത്സരിക്കുന്നു. ഒട്ടനവധി ഭാരവാഹികൾ പല സ്ഥലത്തും മത്സരിക്കുന്നു. മറ്റൊരു സംസ്ഥാന ഭാരവാഹി പെരിന്തമണ്ണയിൽ മത്സരിക്കുന്നു. അത് വളരെ ഉണ്ട്. അങ്ങനെ ഒരു ആരോപണമല്ല. പിന്നെ ഒരാൾക്ക് മാത്രം കിട്ടിയില്ല എന്നാണ് നിങ്ങൾ പറയുന്നെങ്കിൽ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. അതിന്റെ ഓരോ സീറ്റും പ്രാദേശികമായിട്ട് അവിടെ നിന്നുള്ള ആളുകൾക്ക് നോക്കിയിട്ടാണ് കൊടുക്കുക. KSUവിനും യൂത്ത് കോൺഗ്രസുകാർക്കും നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പൊതു തലമുറയ്ക്ക് നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ലിസ്റ്റാണ് പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഇത്തവണ വന്നിട്ടുണ്ട്. വയനാട്ടിലെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി പട്ടികയിൽ മുസ്ലിങ്ങളുടെ എണ്ണം പ്രാതിനിധ്യം അർഹമായി കൊടുത്തില്ല, വളരെ കുറവാണ് എന്നുള്ളൊരു വിമർശനം ശക്തമായിട്ട് നടത്തുന്നു. ഏതെങ്കിലും രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ പാർട്ടി? ഇല്ല, അവിടെ ഓരോ സാഹചര്യം അനുസരിച്ചാണല്ലോ സ്ഥാനാർത്ഥി. അങ്ങനെ മുഴുവൻ ഇത് നോക്കിയിട്ടൊന്നുമല്ലല്ലോ. അപ്പൊ അവിടെ അതൊക്കെ കാര്യങ്ങളിലോട് ജില്ലാ കമ്മിറ്റിയാണ് തീരുമാനം എടുക്കുന്നത്. KPCCയെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളിൽ ജില്ലാ കോൺഗ്രസ് നേതൃത്വം മുൻകാലത്തില്ലാത്ത രീതിയിൽ പാർട്ടിയിൽ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം തന്നെ ആ ജില്ലയിലെ പ്രശ്നങ്ങൾ പരമാവധി പരിഹരിക്കണം, മുകളിലോട്ട് പരാതികൾ വരുന്നത് ഒഴിവാക്കണമെന്ന നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ജില്ലകൾക്ക് ഇത്രയും സ്വാതന്ത്ര്യത്തോടുകൂടി DCCകൾക്ക് ഇത്രയും സ്വാതന്ത്ര്യത്തോടുകൂടി കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവസരം മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് സംശയമാണ്. വളരെ കുറച്ച് നാമമാത്രമായ പരാതികളാണ് KPCCയുടെ മുന്നിലെത്തിയിട്ടുള്ളത്. മുൻകാലത്തൊന്നും ഇല്ലാത്ത രീതിയിലാണ്.
സിത്താര ഉള്ളത്ത് എന്ന് പറയുന്നത് KSUവിന്റെ പ്രവർത്തകയാണ്. വളരെ സജീവമായിട്ട് KSU രംഗത്ത് KSU ജില്ലാ ഭാരവാഹിയാണ്. ഇപ്പോൾ ഏറ്റവും നന്നായി സംസാരിക്കുന്ന കഴിവുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ അതിനകത്ത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിത്വമാണ്. പിന്നെ പ്രാദേശികമായ ആ കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. KPCCക്ക് കൃത്യമായി തൃപ്തികരമായ മറുപടി പറയാൻ കഴിയാത്ത ഒരു കാര്യമാണ് വയനാട് ദുരന്ത ബാധിതർക്ക് വീട് നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞ് പ്രഖ്യാപനം നടത്തി അതിന് പണപ്പിരിവ് നടത്തിയതിനു ശേഷം തുടർന്നുള്ള ഒരു ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി പറയാൻ കഴിയാത്ത സാധ്യതയുണ്ട്. അത് ഒരു തെറ്റായ പ്രചരണമാണ്. വയനാട്ടിലും ഞാൻ തന്നെ വ്യക്തിപരമായിട്ട് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞിട്ടുണ്ട്. KPCCയുടെ ഭാഗമായിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് KPCC പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും ഞങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട്. ഒരു ഭൂമി ഏറ്റെടുത്ത് അത് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ പ്രയാസമാണ്. നമ്മളിവിടെ ഭൂമി ലഭ്യമാകുന്ന പോലെ നമുക്ക് അവിടെ ഭൂമി ലഭിക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. ഏതാണ്ട് 32ഓളം ഭൂമിയുടെ ആധാരം ഞങ്ങൾ പരിശോധിച്ചതാണ്. അതിലൊക്കെ പല പ്രശ്നങ്ങളും വരും. പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാനുള്ള ഒരു സപ്പോർട്ടല്ല ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുള്ളത്. അപ്പൊ 100% പ്രശ്നങ്ങളില്ലാത്ത ഒരു ലാൻഡ് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. അത് ഉടൻ തന്നെ അത് ലാൻഡ് കണ്ടെത്തിക്കഴിഞ്ഞാൽ അവിടെ വീടിന്റെ പ്രവർത്തനം ആരംഭിക്കും. ഇപ്പൊ ഡിലേ ഉണ്ട് എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു. ആ ഡിലേ ഉള്ള കാരണം ഇതാണ്. ഏതെങ്കിലും ലാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള സപ്പോർട്ടല്ല ഗവൺമെന്റ് ചെയ്യുന്നത്. കോൺഗ്രസ് ലാൻഡ് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പരിശോധിച്ച് അത് ഹൈലൈറ്റ് ചെയ്ത് അതാ ഒരു മൂവ്മെന്റ് ഇറക്കാനാണ് നോക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ കുറ്റമറ്റ രീതിയിലുള്ള ഒരു പരാതിയില്ലാത്ത ലാൻഡ് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. ഉടൻ തന്നെ അതുണ്ടാവും. അത് കഴിഞ്ഞാൽ ഉടനെ ലാൻഡ് കണ്ടെത്തും. അത് ഞങ്ങൾ ഒരു പണം KPCCയുടെ പേരിലാണ് അതിനുവേണ്ടിയുള്ള ഫണ്ട് മൊബിലൈസ് ചെയ്തിട്ടുള്ളത്. അത് പ്രത്യേക ഫണ്ടാണ്. ആ ഫണ്ട് അവിടെ തന്നെ ഉണ്ട്. ഇത് ലഭ്യമായി കഴിഞ്ഞാൽ അതിന്റെ പ്രവൃത്തി ആരംഭിക്കും. ഞങ്ങൾ ഗവൺമെന്റിനകത്ത് ആവശ്യപ്പെട്ടിരുന്നു, പക്ഷെ ഗവൺമെന്റ് ഞങ്ങൾക്കത് ഇതുവരെ തന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വരുന്ന ആളുകളുടെ ആവശ്യത്തിനനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക്, ദുരന്തബാധിതരായ ആളുകൾക്ക് വീട് ലഭിക്കാതെ പോയവരെത്ര പേരുണ്ടോ അത് കണ്ടെത്തി കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട സംവിധാനം ഞങ്ങൾ അവിടെ ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് ഞങ്ങളത് വീടിന്റെ പ്രവൃത്തി ആരംഭിക്കും. മറ്റൊരു കാര്യം, ഈ പൊന്മുണ്ടത്ത് ലീഗും അതോടൊപ്പം കോൺഗ്രസും CPM-ഉം സത്യമായാണ് കോൺഗ്രസിന്റെ ചിഹ്നം പോലും അവിടെ ഉപയോഗിക്കാതെ. ഞാനൊരു കാര്യം നേരത്തെ വ്യക്തമായി പറഞ്ഞു. കോൺഗ്രസ് അതിനകത്തൊരു സമീപനമുണ്ട്. കോൺഗ്രസിനെ വേണമെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിൽ തെറ്റുന്നില്ല. മുൻകാലങ്ങളൊക്കെ മത്സരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാരണവശാലും CPM-ഉമായിട്ടോ BJP-യുമായിട്ടോ ബന്ധം വെക്കുന്ന ഒരു കമ്മിറ്റിയും കോൺഗ്രസിന് അകത്തുണ്ടാവില്ല. അത്തരം ആളുകൾ എത്ര ഉയർന്ന നേതാക്കളായാലും അവർക്കെതിരെ നടപടി ഉണ്ടാവും. ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസ് ഉണ്ട്. ചിലപ്പോൾ പ്രാദേശികമായ പ്രശ്നങ്ങളുടെ പേരിൽ മുമ്പും ഉണ്ടായിട്ടുണ്ട്. അത് മത്സരിക്കുന്നത് തെറ്റില്ല. പൊന്മുണ്ടം പഞ്ചായത്തിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് തെറ്റായിട്ട് പറയാൻ കഴിയില്ല. പക്ഷെ CPM-ഉമായിട്ടോ അല്ലെങ്കിൽ BJP-യുമായിട്ടോ എവിടെയും ആരും പരാതി പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഒരിക്കലും യോജിക്കാൻ കഴിയാതെ. പക്ഷെ CPM-മായി ബന്ധപ്പെട്ട ചില പരാതികൾ നിങ്ങളെപ്പോലെ ചിലരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതും ഞങ്ങൾ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഏതെങ്കിലും നീക്കുപോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പാർട്ടി നടപടിയെടുക്കും.